ഹായ് ഫ്രണ്ട്സ്, PSC ഇൻഫോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കേരളത്തിലെ നദികളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഏത് PSC പരീക്ഷ എടുത്താലും 2-3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും നദികളുടെ ഭാഗത്തു നിന്ന് വരാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിലെ നദികളുടെ എണ്ണം. 44 നദികളാണ് കേരളത്തിലുള്ളത്. കേരളത്തിൽ മൊത്തം 44 നദികളാണുള്ളത്. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 41. 44 നദികളിൽ 41 നദികളാണ് പടിഞ്ഞാറോട്ടൊഴുകുന്നത്. കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3 നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത്. കബനി, ഭവാനി, പാമ്പാർ. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി കബനിയാണ്. കിഴക്കോട്ടൊഴുകുന്ന നദികളിലെ ഏറ്റവും വലിയത് കബനി. ഏറ്റവും ചെറിയ നദി പാമ്പാർ. അപ്പോൾ ഏറ്റവും വലിയ നദി കബനി, ഏറ്റവും ചെറിയ നദി പാമ്പാർ. പ്രാചീന കാലഘട്ടത്തിൽ കപില എന്നറിയപ്പെട്ടിരുന്ന നദി കബനി നദിയാണ്, അല്ലെങ്കിൽ കബനി നദിയുടെ മറ്റൊരു പേരാണ് കപില. അത് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ്. കബനിയുടെ അപരനാമം അല്ലെങ്കിൽ കപില എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നദി ഏതെന്നുള്ളത്. അപ്പോൾ അത് പഠിക്കണം എല്ലാവരും. കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് കുറുവാദ്വീപാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ്. കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി കബനി. അപ്പോൾ കബനി നദിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഒന്നാണ്. കിഴക്കോട്ടൊഴുകുന്നതിൽ ഏറ്റവും വലിയ നദിയാണ് കബനി. കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദിയാണ് കബനി. അതുപോലെ കപില എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നദി കൂടിയാണ് കബനി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. അതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? കാസർഗോഡാണ്. 12 നദികളാണ് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നത്. എത്ര നദികളാണ്? 12 നദികൾ ഒഴുകുന്ന ജില്ലയാണ് കാസർഗോഡ്. 100 കിലോമീറ്ററിൽ കൂടുതൽ ദൂരം ഒഴുകുന്ന കേരളത്തിലെ നദികളുടെ എണ്ണം 11. 11 നദികൾ 100 കിലോമീറ്ററിൽ കൂടുതൽ കേരളത്തിലൂടെ ഒഴുകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന നദി പെരിയാറിലാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ളത്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിട്ടുള്ളത് എവിടെയാണ്? ഏത് നദിയിലാണ്? അതും പെരിയാറിൽ തന്നെയാണ്. അപ്പം ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ളത് പെരിയാറിനാണ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളതും പെരിയാറിലാണ്. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ളത് ഭാരതപ്പുഴയിൽ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത് പെരിയാറിൽ, ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ളത് ഭാരതപ്പുഴയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, പെരിയാർ ഒഴുകുന്ന ജില്ലകൾ. ഏതൊക്കെ ജില്ലയിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത്? എറണാകുളം, ഇടുക്കി എന്നീ 2 ജില്ലയിൽ കൂടിയാണ് പെരിയാർ ഒഴുകുന്നത്. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പെരിയാർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ചൂർണി. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണെന്നും ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ആൻസറും പെരിയാർ തന്നെയാണ്. ശങ്കരാചാര്യരുടെ കൃതികളിൽ പെരിയാർ അറിയപ്പെടുന്നത് പൂർണ്ണ എന്നാണ് ശങ്കരാചാര്യരുടെ കൃതികളിൽ പെരിയാർ അറിയപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെ പെരിയാറിൻ്റെ അപരനാമങ്ങൾ? ചൂർണി, പൂർണ്ണ. 1341 പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്നത് പുതുവെപ്പെന്നാണ്. 1341 പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്നത്. മംഗലപ്പുഴ, മാർത്താണ്ഡംപുഴ എന്നിങ്ങനെ പെരിയാർ വേർപിരിയുന്ന സ്ഥലം എവിടെ വെച്ചിട്ടാണ്? മംഗലപ്പുഴ, മാർത്താണ്ഡപ്പുഴ എന്നിങ്ങനെ 2 പേരിൽ പെരിയാർ തിരിയുന്നത്. ആലുവയിൽ വെച്ചിട്ടാണ് പെരിയാർ 2 കൈവഴിയായിട്ട് തിരിയുന്നത്. ഒരു കൈവഴി മംഗലപ്പുഴ എന്നും മറ്റേത് മാർത്താണ്ഡപ്പുഴ എന്നും അറിയപ്പെടുന്നു. കേരളത്തിൽ ഗോതുരുത്ത്, വലിയ പണിക്കൻ തുരുത്ത് എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ. അപ്പോൾ ഗോതുരുത്ത്, വലിയ പണിക്കൻ തുരുത്ത് എന്നീ തുരുത്തുകൾ ഏത് നദിയിലാണ്? പെരിയാറിൽ. ഏറ്റവും കൂടുതൽ ജലം സംവഹിക്കുന്ന നദി അതും പെരിയാർ തന്നെയാണ്. അപ്പം ഏറ്റവും വലിയ നദിയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദിയാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് പെരിയാർ. ഉളിയന്നൂർ ദ്വീപ് കാണപ്പെടുന്ന നദി പെരിയാർ. അപ്പോൾ പെരിയാറിലുള്ള പ്രധാന ദ്വീപുകൾ ഏതൊക്കെയാണ്? ഗോതുരുത്ത്, വലിയ പണിക്കൻ തുരുത്ത്, അതുപോലെ ഉളിയന്നൂർ ദ്വീപ്.
അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴ. ഏറ്റവും വലിയ നദി പെരിയാർ, ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി, അതും മഞ്ചേശ്വരം പുഴ. അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി, ഓർത്തിരിക്കുക, അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം പുഴ. കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ. അപ്പോൾ മഞ്ചേശ്വരം പുഴയുടെ പ്രത്യേകതകൾ: കേരളത്തിലെ ഏറ്റവും ചെറിയ നദി, അതുപോലെ തന്നെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിലെ ഏറ്റവും ചെറിയ നദി, കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ നദി. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ നദി നെയ്യാർ. നെയ്യാറാണ് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി. തിരുവനന്തപുരം ജില്ലയിലൂടെയാണ് നെയ്യാർ ഒഴുകുന്നത്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ നദീതീരം നെയ്യാർ. ഈ ക്വസ്റ്റ്യൻ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ളതാണ് കേട്ടോ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ നദീതീരം ഏത്? നെയ്യാർ. വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള നദി ഭാരതപ്പുഴ. ഏറ്റവും വലുത് പെരിയാർ, 244 കിലോമീറ്ററാണ് പെരിയാറിൻ്റെ നീളം. ഭാരതപ്പുഴയാണ് 2ാം സ്ഥാനം, 209 കിലോമീറ്ററാണ് ഭാരതപ്പുഴയുടെ നീളം. ഭാരതപ്പുഴ അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഏതൊക്കെയാണ്? ഭാരതപ്പുഴ അറിയപ്പെടുന്ന മറ്റു പേരുകൾ: നിള, പേരാർ, പൊന്നാനിപ്പുഴ. നിള, പേരാർ, പൊന്നാനിപ്പുഴ. ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ശോകനാശിനിപ്പുഴ. ശോകനാശിനിപ്പുഴ ഏത് പുഴയുടെ അപരനാമമാണെന്ന് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അത് ഭാരതപ്പുഴയുടെ അപരനാമമാണ്, പഠിച്ചു വയ്ക്കുക. കേരളത്തിൽ ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയിലാണ്. അതുപോലെ തന്നെ പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാലും ഭാരതപ്പുഴ തന്നെയാണ് ഉത്തരം. വലിപ്പത്തിൽ 3ാം സ്ഥാനത്തുള്ള നദി പമ്പ നദിയാണ്. വലിപ്പത്തിൽ 3ാം സ്ഥാനം, 176 കിലോമീറ്ററാണ് പമ്പ നദിയുടെ നീളം. ആദ്യകാലങ്ങളിൽ ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി പമ്പ. ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി. ഏതാണ്? അതും പമ്പ തന്നെയാണ്. പമ്പയുടെ മറ്റൊരു പേരാണ് ദക്ഷിണ ഭഗീരഥി. അപ്പോൾ ഏതൊക്കെയാണ് പമ്പയുടെ അപരനാമങ്ങൾ? ബാരിസ്. ബാരിസ് എന്നാണ് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. ബാരിസും ഭഗീരഥി, ഇത് രണ്ടുമാണ് പമ്പയുടെ അപരനാമങ്ങൾ. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലമാണ് കുട്ടനാട്. ഏതാണ് പമ്പയുടെ ദാനം? കുട്ടനാട്. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനമായ മാരമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്ത് വെച്ചാണ്? പമ്പാ നദീ തീരത്ത് വെച്ചാണ് മാരമൺ കൺവെൻഷൻ നടക്കുന്നത്. പ്രസിദ്ധമായ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം നടക്കുന്നതും പമ്പാ തീരത്ത് വെച്ച്. അപ്പോൾ പമ്പാ നദീ തീരത്ത് വെച്ച് നടക്കുന്ന 2 പ്രധാന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് മാരമൺ കൺവെൻഷൻ, അതുപോലെ തന്നെ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം. ശബരിഗിരി, കക്കി പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയിലാണ്. പമ്പാ നദിയിലെ പ്രസിദ്ധമായ വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി. അപ്പോൾ പെരുന്തേനരുവി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പമ്പാ നദിയിൽ. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ കല്ലടയാറിലാണ്. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. വലിപ്പത്തിൽ 4ാമതുള്ള നദി ചാലിയാറാണ്. വലിപ്പത്തിലെ 4ാം സ്ഥാനം, 169 കിലോമീറ്ററാണ് ചാലിയാറിൻ്റെ നീളം. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് ചാലിയാർ. ചാലിയാർ പുഴയാണ് ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കാണപ്പെടുന്ന നദി ഏത്? ചാലിയാർ. കേരളത്തിലെ സ്വർണ്ണ നിക്ഷേപം കാണപ്പെടുന്ന നദിയാണ് ചാലിയാർ. നിലമ്പൂർ കാട്ടിലൂടെ ഒഴുകുന്ന നദി ചാലിയാർ. ഏതാണ് നിലമ്പൂർ കാട്ടിലൂടെ ഒഴുകുന്ന നദി? അതും ചാലിയാർ തന്നെയാണ്. മലിനീകരണത്തോത് ഏറ്റവും കൂടിയ കേരളത്തിലെ നദിയാണ് ചാലിയാർ. അപ്പം എന്തൊക്കെയാണ് ചാലിയാറിൻ്റെ പ്രത്യേകതകൾ? ബേപ്പൂർ പുഴ എന്നാണ് ചാലിയാറിൻ്റെ അപരനാമം. കേരളത്തിലെ സ്വർണ്ണ നിക്ഷേപം കാണപ്പെടുന്ന ഏക നദിയാണ് ചാലിയാർ. നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ. അതുപോലെ മലിനീകരണ തോത് ഏറ്റവും കൂടിയ നദിയാണ് ചാലിയാർ. വിവാദമായ പാത്രക്കടവ് പദ്ധതി നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ഏത് നദിയിൽ? കുന്തിപ്പുഴയിൽ. അപ്പോൾ പാത്രക്കടവ് പദ്ധതി ഏത് നദിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കുന്തിപ്പുഴയുമായി ബന്ധപ്പെട്ടതാണ്. സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. അപ്പോൾ സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കുന്തിപ്പുഴ. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ. കുന്തിപ്പുഴയാണ് ഏറ്റവും മലിനീകരണം കുറഞ്ഞത്. ചാലിയാറാണ് ഏറ്റവും മലിനീകരണം കൂടിയത്.
സൈലന്റ് വാലിയിൽ ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചാലക്കുടിപ്പുഴ. ചാലക്കുടിപ്പുഴ ഒഴുകുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടിപ്പുഴയിൽ. കരിമ്പുഴ കറവൻപുഴ എന്നറിയപ്പെടുന്നത് കടലുണ്ടിയാറ്. ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിൽ. കബനി നദിയിൽ. കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് നാഗർഹോള. നാഗർഹോള. കേരളത്തിൽ നിന്നും ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി നദി. അപ്പോൾ കബനിയുടെ ഉത്ഭവസ്ഥാനം കേരളമാണ്, ഒഴുകിയെത്തിച്ചേരുന്നത് കർണാടകം. കബനി തീരത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ. അപ്പോൾ കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം നാഗർഹോള, വന്യജീവി സങ്കേതം മുത്തങ്ങ. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദി പാമ്പാർ. പാമ്പാർ ഇടുക്കി ജില്ലയിലൂടെയാണ് ഒഴുകുന്നത്. തമിഴ്നാട്ടിൽ നിന്നും ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകി വീണ്ടും തമിഴ്നാട്ടിലേക്ക് തന്നെ ഒഴുകുന്ന നദിയാണ് ഭവാനി. കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന ഭവാനിയുടെ പോഷക നദി ശിരുവാണി. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ശിരുവാണി. അപ്പോൾ ശിരുവാണിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അട്ടപ്പാടിയിലൂടെ ഒഴുകുന്നു, കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്നതും ശിരുവാണിയാണ്. തലയാർ എന്നറിയപ്പെടുന്ന നദി പാമ്പാറാണ്. തലയാർ എന്ന് അറിയപ്പെടുന്നത്. ഇരവികുളം ദേശീയ ഉദ്യാനം, ചിന്നാർ വന്യജീവി സങ്കേതം, മറയൂർ ചന്ദനക്കാട് എന്നിവയിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. ഏതൊക്കെയാണ്? ഇരവികുളം ദേശീയ ഉദ്യാനം, ചിന്നാർ വന്യജീവി സങ്കേതം, മറയൂർ ചന്ദനക്കാട് എന്നിവയിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. അതുപോലെ തന്നെ തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പാമ്പാർ നദിയിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് പാമ്പാറിൻ്റെ പ്രത്യേകതകൾ? കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും ചെറുതാണ്. തലയാർ എന്നറിയപ്പെടുന്ന നദിയാണ്. ഇരവികുളം ദേശീയോദ്യാനം, ചിന്നാർ വന്യജീവി സങ്കേതം, മറയൂർ ചന്ദനക്കാട് എന്നിവയിലൂടെ ഒഴുകുന്ന നദിയാണ്. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ്. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വളപട്ടണം നദീതീരത്ത്. കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. വളപട്ടണം നദിയുടെ തീരത്താണത് സ്ഥിതി ചെയ്യുന്നത്. കാസർഗോഡ് പട്ടണത്തെ ചുറ്റി യു ആകൃതിയിലൂടെ ഒഴുകുന്ന നദിയാണ് ചന്ദ്രഗിരിപ്പുഴ. ചന്ദ്രഗിരിപ്പുഴ. പയസ്വിനിപ്പുഴ എന്നറിയപ്പെടുന്നതും ചന്ദ്രഗിരിപ്പുഴയാണ്. അപ്പോൾ ചന്ദ്രഗിരിപ്പുഴയുടെ മറ്റൊരു പേരാണ് പയസ്വിനിപ്പുഴ. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ. കുറ്റ്യാടിപ്പുഴ. വില്യം ലോഗൻ്റെ മലബാർ മാനുവലിൽ പരാമർശിക്കുന്ന നദിയാണ് കോരപ്പുഴ. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി മയ്യഴിപ്പുഴയാണ് കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്ന് അറിയപ്പെടുന്നത്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന കൃതി രചിച്ചിരിക്കുന്നത് എം മുകുന്ദൻ. ഉത്തര മലബാർ ജലോത്സവത്തിൽ വേദിയാകുന്ന നദിയാണ് തേജസ്വിനിപ്പുഴ. തേജസ്വിനിപ്പുഴ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കാര്യങ്കോട് പുഴ. അപ്പോൾ കാര്യങ്കോട് പുഴ എന്നറിയപ്പെടുന്ന പുഴ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? തേജസ്വിനിപ്പുഴ. തേജസ്വിനി നീ സാക്ഷി എന്ന ആത്മകഥ രചിച്ചത് ചൂരിക്കാടൻ കൃഷ്ണൻ നായർ. 1941 നടന്ന ചരിത്രപ്രസിദ്ധമായ കയ്യൂർ സമരം നടന്ന നദീതീരം തേജസ്വിനിപ്പുഴ. തേജസ്വിനിപ്പുഴയുടെ തീരത്താണ് കയ്യൂർ സമരം നടന്നത്. ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടിപ്പുഴയിലാണ്. ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ചതുപ്പു നിലങ്ങളിൽ അവസാനിക്കുന്ന കേരളത്തിലെ ഏക നദി പുഴയ്ക്കൽ പുഴ. തൃശ്ശൂർ ജില്ലയിലൂടെ ഒഴുകുന്ന പുഴയ്ക്കൽ പുഴയാണ് ചതുപ്പു നിലങ്ങളിൽ അവസാനിക്കുന്ന കേരളത്തിലെ ഏക നദി. ചൈനയുടെ സഹായത്തോടെ ആരംഭിച്ച ജലവൈദ്യുത പദ്ധതി ഉറുമി. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിയാണ് ചൈനയുടെ സഹായത്തോടെ ആരംഭിച്ചത്. ഉറുമി പദ്ധതി സ്ഥിതി ചെയ്യുന്ന പുഴയാണ് പോയിലിങ്കാപ്പുഴ. സേതു പാർവതി തടാകം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജലസംഭരണി ഗുണ്ടല ഡാം. ഇടുക്കിയിലുള്ള ഗുണ്ടല ഡാമാണ് സേതു പാർവതി തടാകം എന്നറിയപ്പെടുന്ന ജലസംഭരണി. മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ കുണ്ടല, നല്ലതണ്ണി, മുതിരപ്പുഴ. കുണ്ടല, നല്ലതണ്ണി, മുതിരപ്പുഴ എന്നീ നദികളാണ് മൂന്നാറിൽ വെച്ച് സംഗമിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് പെരിയാർ. പെരിയാറിനാണ് ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ളത്.
ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്ന സ്ഥലം പൊന്നാനി. പൊന്നാനിയിൽ വെച്ചാണ് ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള നദിയാണ് ചാലക്കുടിപ്പുഴ. അതും കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഏറ്റവും കൂടുതൽ ജലവൈവിധ്യമുള്ള നദി ചാലക്കുടിപ്പുഴ. അകലാപ്പുഴ കായലിനെയും കുറ്റ്യാടിപ്പുഴയെയും ബന്ധിപ്പിക്കുന്നത് പയ്യോളി കനാലാണ് അകലാപ്പുഴ കായലിനെയും കുറ്റ്യാടിപ്പുഴയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. കവ്വായി കായലിനെയും വളപട്ടണം നദിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സുൽത്താൻ തോട്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന മരുക്കുന്ന് ദ്വീപ് കാണപ്പെടുന്നത് ഏത് നദിയിൽ? നെയ്യാറിലാണ്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന മരുക്കുന്ന് ദ്വീപ് കാണപ്പെടുന്നത് നെയ്യാർ നദിയിൽ. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത്. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാർ. തിരുവിതാംകൂറിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പമ്പ. അത് തമ്മിൽ മാറിപ്പോവരുത്. കേരളത്തിൻ്റെ ജീവരേഖ പെരിയാർ, തിരുവിതാംകൂറിൻ്റെ ജീവരേഖ പമ്പ. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായർ. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായർ. കഥാകാരൻ MT വാസുദേവൻ നായർ, കവി P കുഞ്ഞിരാമൻ നായർ. മറയൂർ ചന്ദനക്കാടുകളിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ. നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ചാലിയാർ. അപ്പോൾ ചന്ദനക്കാട്ടിലൂടെ പാമ്പാർ ഒഴുകുന്നു, തേക്കിൻകാട്ടിലൂടെ ചാലിയാർ ഒഴുകുന്നു. തിരുനാവായ ഏത് നദീതീരത്താണ്? ഭാരതപ്പുഴയുടെ തീരത്താണ് തിരുനാവായ സ്ഥിതി ചെയ്യുന്നത്. ആലുവാപ്പുഴ, കാലടിപ്പുഴ എന്നീ പേരുകളിലും അറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. ആലുവാപ്പുഴ, കാലടിപ്പുഴ എന്നും പെരിയാർ അറിയപ്പെടുന്നു. പെരിയാർ പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. അത് പ്രത്യേകം ഓർത്തിരിക്കണം. പെരിയാർ കടലിലല്ല, വേമ്പനാട്ട് കായലിലാണ് പതിക്കുന്നത്. പെരിയാറിൽ 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് നശിച്ചുപോയ തുറമുഖമാണ് കൊടുങ്ങല്ലൂർ തുറമുഖം. ഏതാണ്? കൊടുങ്ങല്ലൂർ തുറമുഖം. ഭാരതപ്പുഴയുടെ ഉത്ഭവം എവിടെ നിന്നാണ്? ആനമലയിൽ നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ. ഏതൊക്കെ ജില്ലകളിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്? പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം. പ്രാചീന കാലത്ത് ഭാരതപ്പുഴ അറിയപ്പെട്ടത് ഏതു പേരിൽ? പേരാർ എന്നാണ് പ്രാചീന കാലത്ത് ഭാരതപ്പുഴ അറിയപ്പെട്ടിരുന്നത്. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം ഏത്? ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തുറമുഖം. ശബരിമല, എടത്വാപ്പള്ളി എന്നിവ ഏത് നദീതീരത്താണ്? ശബരിമല, എടത്വാപ്പള്ളി എന്നിവ ഏത് നദീതീരത്താണ്? പമ്പയുടെ തീരത്താണ് ഇവ രണ്ടും സ്ഥിതി ചെയ്യുന്നത്. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന നദി? പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് കല്ലടയാറ്റിലാണ്. തലശ്ശേരിയെയും മാഹിയെയും വേർതിരിക്കുന്ന നദിയാണ് മയ്യഴിപ്പുഴ. കേരളത്തിൽ ഭവാനി നദിയുടെ നീളം 37.5 കിലോമീറ്ററാണ്. ഭവാനി കേരളത്തിലൂടെ ഒഴുകുന്നത്. ഭവാനിപ്പുഴ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് കൽക്കണ്ടിയൂർ. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്നത് ഭവാനിപ്പുഴയിൽ. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഏത്? ശിരുവാണിപ്പുഴയാണ് അട്ടപ്പാടിയിലൂടെ ഒഴുകുന്നത്. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏത്? ചീങ്കണ്ണിപ്പുഴ. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ചീങ്കണ്ണിപ്പുഴ. മുരാട് പുഴ എന്നറിയപ്പെടുന്ന നദി? കുറ്റ്യാടിപ്പുഴ. മഞ്ഞ നദിയാണ് കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നതും കുറ്റ്യാടിപ്പുഴയാണ്. മുരാട് പുഴ എന്നറിയപ്പെടുന്നതും കുറ്റ്യാടിപ്പുഴയാണ്. ചിമ്മിണി വന്യജീവി കേന്ദ്രത്തിൽ നിന്നുത്ഭവിക്കുന്ന നദിയാണ് കുറുമാലിപ്പുഴ. കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് കവനാർ. നദിയായി പരിഗണിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ ദൂരമാണ് 15 കിലോമീറ്റർ. 15 കിലോമീറ്ററാണ് ഒരു നദിയുടെ നീളമായിട്ട്, നദിയായിട്ട് പരിഗണിക്കാനുള്ള നീളമായിട്ട് കണക്കാക്കുന്നത്. മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്ററാണ്. അതാണ് ഏറ്റവും ചെറിയ പുഴ കേരളത്തിലെ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലമായ കുണ്ടന്നൂർ തേവര പാലം ഏത് നദിക്ക് കുറുകെയാണ് സ്ഥിതി ചെയ്യുന്നത്? പെരിയാർ. എത്ര കിലോമീറ്റർ ദൂരം ഭാരതപ്പുഴ കേരളത്തിലൂടെ ഒഴുകുന്നു? കേരളത്തിലൂടെ എത്ര കിലോമീറ്ററാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്? 209 കിലോമീറ്ററാണ് കേരളത്തിലൂടെ ഒഴുകുന്നത്. ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, തൂതപ്പുഴ ഇവ ഏത് നദിയുടെ പ്രധാന പോഷക നദികളാണ്?
ഭാരതപ്പുഴയുടെ പോഷകനദികളാണ് ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, തൂതപ്പുഴ എന്നിവ. ഏത് നദിയുടെ പോഷകനദിയാണ് കുന്തിപ്പുഴ? തൂതപ്പുഴയുടെ പോഷകനദിയാണ് കുന്തിപ്പുഴ. തടി വ്യവസായത്തിന് പ്രസിദ്ധമായ കല്ലായി ഏത് പുഴയുടെ തീരത്താണ്? തടി വ്യവസായത്തിന് പ്രസിദ്ധമായ കല്ലായി ഏത് പുഴയുടെ തീരത്താണ്? ചാലിയാറിൻ്റെ തീരത്താണ് കല്ലായി സ്ഥിതി ചെയ്യുന്നത്. ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്ന പുഴയാണ് കണ്ണാടിപ്പുഴ. ബുക്കർ സമ്മാനം ലഭിച്ച അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ പരാമർശിക്കുന്ന നദി ഏത്? മീനച്ചിലാർ. ഏതാണ്? മീനച്ചിലാറാണ്. 1/4 നൂറ്റാണ്ട് മുൻപ് വറ്റി വരണ്ടു പോയ അട്ടപ്പാടിയിലെ ഏതു പുഴയാണ് ഒഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? കൊടുങ്ങരപ്പള്ളം പുഴ. ഏത് പുഴയാണ്? കൊടുങ്ങരപ്പള്ളം പുഴയാണ്. 1/4 നൂറ്റാണ്ട് മുൻപ് വറ്റി വരണ്ടു പോയതാണ്, ഇപ്പോൾ വീണ്ടും അത് ഒഴുകി തുടങ്ങി. അത് തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി? അയിരൂർ പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി അയിരൂർ പുഴ. ഏത് നദീതീരത്താണ് ശ്രീനാരായണ ഗുരു അദ്വൈത ആശ്രമം സ്ഥാപിച്ചത്? ഏത് നദീതീരത്താണ് ശ്രീനാരായണ ഗുരു അദ്വൈത ആശ്രമം സ്ഥാപിച്ചത്? പെരിയാറിൻ്റെ തീരത്ത്. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് നെയ്യാറിൻ്റെ തീരത്ത്. അദ്വൈത ആശ്രമം സ്ഥാപിച്ചത് പെരിയാറിൻ്റെ തീരത്ത്. കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകിയെത്തിച്ചേരുന്ന നദി? ഭവാനിപ്പുഴയിലേക്കാണ് കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകിയെത്തുന്നത്. പരവൂർ കായലിൽ പതിക്കുന്ന നദി? ഇത്തിക്കരപ്പുഴ. കിള്ളിയാറിൻ്റെ തീരത്തുള്ള പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രം? ആറ്റുകാൽ ക്ഷേത്രം. കിള്ളിയാറിൻ്റെ തീരത്തുള്ള പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമാണ് ആറ്റുകാൽ ക്ഷേത്രം. മത്സ്യവൈവിധ്യത്തിൽ ഏറ്റവും സമ്പന്നമായ നദി ഏത്? ചാലക്കുടിപ്പുഴ. ചാലക്കുടിപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ ഇനത്തിലുള്ള മത്സ്യങ്ങൾ കാണപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.